ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കറിയാണ്. അതായത് പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് നമുക്കിനി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 3 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട തക്കാളിയുടെ പേസ്റ്റാണ്. 2 വലിയ തക്കാളി മിക്സിയിലടിച്ച് വെച്ചേക്കുകയാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ കുറച്ച് സ്പൈസസുകൾ എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബ്ലാക്ക് ഇലാച്ചി, അതുപോലെ ബേ ലീഫ്, 2-3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതുപോലെ ബ്ലാക്ക് ഇലാച്ചി, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള അരിയുമ്പോൾ നേർക്ക് അരിയണമെന്നൊന്നുമില്ല, കാരണം ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നേർക്ക് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നേരത്തെ അരച്ച് വെച്ച ഉള്ളിയുടെ കൂട്ടില്ലേ, അത് നമുക്ക് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം. ഇനി ഈ മിക്സ് നമ്മുടെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബട്ടർ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ തക്കാളിയുടെ പേസ്റ്റിലെ വെള്ളമയം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1.5 സ്പൂണ് പൊടിച്ച ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ചിക്കൻ കറിയിലെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഇത് ചേർക്കുമ്പോഴേ നമുക്ക് ആ നോർത്ത് ഇന്ത്യയിലെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളുടെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഈ ചിക്കനും കൂടി നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റെങ്കിലും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വറ്റി അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയും ഇതിൻ്റെ പണിയൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് കശക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മണം നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് ആംചൂർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചാബി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ചിക്കൻ കറിയും കാട്ടി കുറച്ച് വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.